ഹായ് ഓൾ, LSS പാത്ത്ഫൈൻഡറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ. ഡെങ്കിപ്പനിയുടെ രോഗവാഹകർ ആരാണ്? EDCGT. തവള ഒരു ഉഭയജീവി ആണല്ലോ. സസ്യവർഗത്തിലെ ഉഭയജീവി എന്നറിയപ്പെടുന്ന സസ്യമേത്? A. മഷിത്തണ്ട്, B. ആമ്പൽ, C. കുളവാഴ, D. പായൽ. ഉത്തരം പായൽ. ശരീരത്തിന്റെ പിണ്ഡസൂചികയുടെ ഉപയോഗം എന്ത്? അമിതവണ്ണം അളക്കുന്നതിന്, വിളർച്ചാരോഗം നിർണയിക്കാൻ, ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ, രക്തസമ്മർദ്ദം അളക്കാൻ. ഉത്തരം ഏതാണ്? അമിതവണ്ണം അളക്കുന്നതിന്. എല്ലാ വർഷവും മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം? A. സെപ്റ്റംബർ 5, B. ഫെബ്രുവരി 5, C. ഡിസംബർ 5. ഉത്തരം ഡിസംബർ 5. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? രാജേന്ദ്ര അർലേക്കർ. ശരിയായ ബന്ധം എഴുതുക. കേരളം, തിരുവനന്തപുരം, ആസാം. ആസാം തലസ്ഥാനം ഏതാണ്? ദിസ്പൂർ. താഴെ കൊടുത്തതിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? A. ലക്ഷദ്വീപ്, B. ഗോവ, C. തെലുങ്കാന, D. മിസോറാം. ഉത്തരം ലക്ഷദ്വീപ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ മാസങ്ങൾ ഏവ? A. ജനുവരി ടു ഫെബ്രുവരി, B. ഫെബ്രുവരി ടു മാർച്ച്, C. മാർച്ച് ടു ഏപ്രിൽ, D. ഏപ്രിൽ ടു മെയ്. ഉത്തരം ഏതാണ്? ഏപ്രിൽ മുതൽ മെയ് വരെ. അടുത്ത ചോദ്യം, അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? A. കല, B. സാഹിത്യം, C. സിനിമ, D. കായികം. ഉത്തരം കായികം. കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനമേത്? A. വില്ലേജ് ഓഫീസ്, B. പഞ്ചായത്ത് ഓഫീസ്, C. പോലീസ് സ്റ്റേഷൻ, D. സഹകരണ ബാങ്ക്. ഉത്തരം പഞ്ചായത്ത് ഓഫീസ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? A. ഗോവ, B. തമിഴ്നാട്, C. കർണാടകം, D. ആന്ധ്രാപ്രദേശ്. ഉത്തരം തമിഴ്നാട്. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. ഏത് കവയത്രിയുടെ ഓർമ്മയ്ക്കായി കേരള കൃഷി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ പദ്ധതി? ഉത്തരം സുഗതകുമാരി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി. ബേപ്പൂരിൽ സ്ഥാപിതമാവുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ആകാശമിഠായി. കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരത്തിന് നൽകുന്ന പുരസ്കാരം ഏത്? GV രാജ പുരസ്കാരം. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ നഗരം ഏത്? A. കൊല്ലം, B. തൃശൂർ, C. കോഴിക്കോട്, D. കണ്ണൂർ. ഉത്തരം ഏതാണ്? തൃശൂർ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.